ഈ വീഡിയോ പ്രത്യേകതയുണ്ട്, അതായത് ഫസ്റ്റ് സ്പീഡായിട്ട് പോയിട്ട് പിന്നെ സ്ലോ മോഷനായിട്ട് നിൽക്കും. ഈ എഫക്റ്റ് എങ്ങനെയാണ് അലൈറ്റ് മോഷനിൽ ചെയ്യാമെന്നാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. അതിനു മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. ആദ്യമായിട്ട് അലൈറ്റ് മോഷൻ ഓപ്പൺ ചെയ്യുക. ഇനി നമുക്ക് പ്ലസ് ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് പെൻസിൽ ഐക്കണിലോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ലോക്ക് ഓഫാക്കി കൊടുക്കുക. 1080x2340 കൊടുക്കുക. ഇനി നമുക്ക് 30 FPS 60 FPS ആക്കാം. നെക്സ്റ്റ് നമുക്ക് ക്രിയേറ്റ് പ്രൊജക്റ്റിലോട്ട് ക്ലിക്ക് ചെയ്യാം. നെക്സ്റ്റ് നമ്മൾ പ്ലസ് ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്യുക. എന്നിട്ട് വ്യൂ ആൾ സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ളൊരു ഫോട്ടോ ഇമ്പോർട്ട് ചെയ്യുക. നെക്സ്റ്റ് ആ 3 ഡോട്ട് ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫിൽ സ്ക്രീന് സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മുടെ ഡ്യൂറേഷൻ വന്നിട്ട് 2 സെക്കൻഡേ ഉള്ളൂ. അത് നമുക്ക് ഇൻക്രീസ് ചെയ്യണം. അതിനായിട്ട് ജസ്റ്റ് ആ ഫോട്ടോയിലോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം റൈറ്റ് സൈഡിലെ ആരോ കീയിൽ ലോങ് പ്രസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര സെക്കൻഡ് ആവശ്യമുള്ളത് അത്ര സെക്കൻഡിലോട്ട് നമുക്ക് വെക്കാം. നമുക്കിവിടെ 6 സെക്കൻഡ്സ് മതി. അതുകൊണ്ട് തന്നെ നമ്മൾ 6 സെക്കൻഡിലോട്ട് വെച്ചതിന് ശേഷം ബാലൻസ് പോർഷൻ നമുക്ക് ട്രിം ചെയ്യാം. നമ്മളിവിടെ കറക്റ്റായിട്ട് 6 സെക്കൻഡിലോട്ട് അഡ്ജസ്റ്റ് ആക്കുക. എന്നിട്ട് ട്രിം ടു റൈറ്റ് കൊടുക്കുക. അപ്പോൾ റൈറ്റ് സൈഡൊക്കെ ട്രിം ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് ആ ഫോട്ടോയിലോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിലോട്ട് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നമുക്കൊരു കീ ആഡ് ചെയ്യണം. അതിനായിട്ട് ആ പ്ലസ് ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്യുക. നമുക്ക് സ്വൈപ്പ് ഹിയർ ടു മൂവ് ലെയറിലോട്ട് കറക്റ്റായിട്ട് സ്വൈപ്പ് ചെയ്തിട്ട് നമ്മുടെ സ്റ്റാർട്ടിങ് പൊസിഷൻ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി നമുക്ക് അടുത്തൊരു കീ ഫ്രെയിം ആഡ് ചെയ്യണം. ഞാനിവിടെ 0.30 സെക്കൻഡിലോട്ട് വെക്കുകയാണ്. സോ നമുക്ക് ഇഷ്ടമുള്ള ഡ്യൂറേഷൻ നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മൾ ഡ്യൂറേഷൻ എത്രത്തോളം കുറയുന്ന അത്രത്തോളം നമ്മുടെ ഫസ്റ്റ് ഇമേജ് സ്പീഡായിട്ട് മൂവ് ആവും. സോ നമ്മൾ 0.30 സെക്കൻഡിലോട്ട് വെച്ചു. ഇനി നമ്മൾ അവിടെ ഒരു കീ ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് സ്വൈപ്പ് ചെയ്തിട്ട് നമ്മുടെ സെൻട്രൽ പൊസിഷൻ അഡ്ജസ്റ്റ് ആക്കി വെക്കുക. ഇനി നമ്മൾ ഏറ്റവും അവസാനം എടുക്കുക ഫോട്ടോൻ്റെ. എന്നിട്ട് അവിടെ ഒരു കീ ആഡ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സ്വൈപ്പ് ചെയ്തിട്ട് പൊസിഷൻ ചേഞ്ച് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ കീ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. നെക്സ്റ്റ് നമ്മൾ ഇതുപോലെ വേറെ ഫോട്ടോസ് ആഡ് ചെയ്യുക. ജസ്റ്റ് അടിയിൽ കാണുന്ന പ്ലസ് ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്യുക. ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്തിട്ട് വ്യൂ ആൾ സെലക്ട് ചെയ്യുക. നമ്മുടെ അടുത്ത ഫോട്ടോ സെലക്ട് ചെയ്തതിന് ശേഷം പ്ലസ് ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ഡ്യൂറേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ആ ഫോട്ടോയിലോട്ട് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് 3 ഡോട്ട് ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫിൽ സ്ക്രീന് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് വേണമെങ്കിൽ ഇമേജ് ഒന്നുകൂടി സൂം ചെയ്യാം. അതിനായിട്ട് ആ ഫോട്ടോയിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇമേജ് സൂം ചെയ്തിട്ട് അഡ്ജസ്റ്റ് ആക്കുക. ഇനി നമ്മൾ ഇമേജിലോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം മൂവ് ആൻഡ് ട്രാൻസ്ഫോമിലോട്ട് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നമ്മളിവിടെ ഒരു കീ ആഡ് ചെയ്യുക. ഫസ്റ്റ് സ്വൈപ്പ് ചെയ്തിട്ട് നമുക്ക് ഇമേജിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് 0.30 സെക്കൻഡിലോട്ട് വെച്ചതിന് ശേഷം നമ്മുടെ ഇമേജിൻ്റെ സെൻറ്റർ ആയിട്ടുള്ള പൊസിഷൻ നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം. ഇനി നമുക്ക് ഫോട്ടോൻ്റെ ഏറ്റവും അവസാനം വെച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇമേജ് അഡ്ജസ്റ്റ് ആക്കി കൊടുക്കുക, പൊസിഷൻ ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ വീണ്ടും പ്ലസ് ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്യുക. വ്യൂ ആൾ സെലക്ട് ചെയ്തിട്ട് അടുത്ത ഫോട്ടോ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുക.
ഇനി അതിൻ്റെ ഡ്യൂറേഷൻ നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ആക്കി കൊടുക്കാം. ഇനി നമുക്ക് ആ ഫോട്ടോയിലോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം മേലിൽ കാണുന്ന 3 ഡോട്ട് ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ സ്ക്രീന് സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് മൂവ് ആൻഡ് ട്രാൻസ്ഫോമിലോട്ട് ക്ലിക്ക് ചെയ്തിട്ട് കീ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒരു സ്റ്റാർട്ടിങ് പൊസിഷൻ നമുക്ക് അഡ്ജസ്റ്റ് ആക്കാം. ഇനി നമുക്ക് 0.30 സെക്കൻഡിലോട്ട് അഡ്ജസ്റ്റ് ആക്കിയിട്ട് അവിടെ ഒരു കീ ഫ്രെയിം ആഡ് ചെയ്തിട്ട് നമുക്ക് പൊസിഷൻ നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഫോട്ടോൻ്റെ ഏറ്റവും അവസാനം കൊണ്ടുവയ്ക്കാം. എന്നിട്ട് ജസ്റ്റ് ഒരു സെക്കൻഡ് ഇങ്ങോട്ടാക്കിയതിന് ശേഷം അവിടെ ഒരു കീ ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്കവിടെ എൻഡ് പൊസിഷൻ അഡ്ജസ്റ്റ് ആക്കുക. ഇനി നമ്മൾ ഫൈനലായിട്ട് ഒരു കീയും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നമുക്ക് ഇമേജ് ഫാസ്റ്റായിട്ട് മൂവ് ആവുന്ന പോലെ ഒരു എഫക്റ്റ് നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ആക്കുക. സോ ഇനി നമുക്ക് ഫൈനലി മ്യൂസിക് ആഡ് ചെയ്യണം. അതിനായിട്ട് ജസ്റ്റ് അടിയിൽ കാണുന്ന പ്ലസ് ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് മ്യൂസിക് ആഡ് ചെയ്യണം. അതിനായിട്ട് അടിയിൽ കാണുന്ന പ്ലസ് ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഓഡിയോ സെലക്ട് ചെയ്യുക. വ്യൂ ആൾ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ളൊരു മ്യൂസിക് സെലക്ട് ചെയ്യാം. സോ നമുക്കിനി ആവശ്യമില്ലാത്ത പോർഷൻ ട്രിം ചെയ്ത് കളയാം. ഇനി നമുക്കിവിടെ ഒരു ഓവർലേ എഫക്റ്റ് ആഡ് ചെയ്യാം. അതിനായിട്ട് അടിയിൽ കാണുന്ന പ്ലസ് ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഇമേജ് ആൻഡ് വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം വ്യൂ ആൾ സെലക്ട് ചെയ്യുക. ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കിട്ടും, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഇനി നമുക്ക് പ്ലസ് ബട്ടണിലോട്ട് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് 3 ഡോട്ട് ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഫിൽ സ്ക്രീന് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ആ വീഡിയോൻ്റെ വോളിയം നമുക്ക് 0 ആക്കണം. അതിനായിട്ട് ജസ്റ്റ് ആ വീഡിയോയിലോട്ട് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് വോളിയം ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം അത് 0 ആക്കുക. ഇനി നമുക്ക് ബ്ലെൻഡിങ്ങിലോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് സ്ക്രീന് ലൈറ്റ് സെലക്ട് ചെയ്യുക. എന്നിട്ട് സ്ക്രീന് സെലക്ട് ചെയ്യുക. ഇനി നമുക്ക് ആ വീഡിയോയിലോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സൂം ചെയ്യുക. സൂം ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ആക്കാം. നമുക്കിവിടെ ഓവർലേ എഫക്റ്റിൻ്റെ ഒപ്പാസിറ്റി ഒന്ന് കുറച്ച് കൊടുക്കാം. അതിനായിട്ട് ജസ്റ്റ് ആ വീഡിയോയിലോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബ്ലെൻഡിങ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്കിവിടെ അതിൻ്റെ ഇൻറ്റൻസിറ്റി നമുക്ക് 50 ആക്കിയിട്ട് അഡ്ജസ്റ്റ് ആക്കാം. ഇനി നമുക്ക് വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. സോ നമുക്കിവിടെ ഇത്ര പോർഷൻ ഇവിടെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ വീഡിയോയിലോട്ട് ക്ലിക്ക് ചെയ്തതിന് ശേഷം ട്രിം ടു റൈറ്റ് കൊടുക്കുക. അപ്പോൾ റൈറ്റ് സൈഡ് പോർഷൻ കറക്റ്റായിട്ട് ട്രിം ആയിട്ടുണ്ടാവും. ഇനി സേവ് ചെയ്യണം. അതിനായിട്ട് മേലിൽ കാണുന്ന ഈ ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വീഡിയോയിലോട്ട് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് നമുക്ക് ക്വാളിറ്റി റെസൊല്യൂഷനൊക്കെ അഡ്ജസ്റ്റ് ആക്കിയിട്ട് എക്സ്പോർട്ട് ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്യുക. എക്സ്പോർട്ട് ഇവിടെ 100 ആവുന്ന സമയത്ത് നമുക്ക് സേവ് ഓപ്ഷൻ വരും. അപ്പോൾ സേവ് ഓപ്ഷനിലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോ ഗാലറിയിൽ സേവ്